ഹലോ, അസ്സലാമു അലൈക്കും. ഞങ്ങളിന്ന് വെറുതെ ഒന്നിങ്ങനെ കറങ്ങാൻ ഇറങ്ങിക്കുകയാണ് കേട്ടോ. ഇതാ അമ്മാനായിട്ട് വെറുതെ ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങിക്കുകയാണ്. ഇങ്ങനെ മൂടി പൊതിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് വെറുതെ ഒന്ന് കറങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിക്കുക. ഒന്നുമല്ല, വെറുതെ ഒന്നിങ്ങനെ കറങ്ങി ഒരു ഐസ്ക്രീമൊക്കെ അമ്മക്ക് നല്ല ഇഷ്ടമാട്ടോ. ഐസ്ക്രീമൊക്കെ വാങ്ങി ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് വെറുതെ ഇങ്ങനെ ഇതാക്കും. നമ്മളെപ്പോഴും ഇല്ലേ, നമ്മളെ വയസ്സാരമ്മമാരിപ്പാരും ചേർത്ത് നിർത്തണം കേട്ടോ. കാരണം അവർക്ക് ഇതൊക്കെ ഒരു എൻജോയ്മെൻ്റ് ഉള്ളൂ. അവർ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കണവരാണ്. പിന്നെ എപ്പോഴും അവർക്കൊരു ദിവസത്തിൽ നമ്മൾ ഒരു മണിക്കൂർ വരെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം കേട്ടോ. കാരണം അവർക്ക് പുറം ലോകമായിട്ട് യാതൊരു ഇതുമില്ല. ഈ വീട്, അടുക്കളപ്പണി, അങ്ങനെയൊക്കെ ആയിട്ട് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുക, അങ്ങനെയൊക്കെ ഒരു ഇതുള്ള ആൾക്കാരാണ് അവരുമ്മമാരും ഉപ്പമാരും. പ്രായമായവരെ നമ്മളെപ്പോഴും ചേർത്ത് നിർത്തണം കേട്ടോ. നമുക്കും കുറച്ച് കാലം കഴിഞ്ഞ് നമ്മളും ആ ഒരു സ്റ്റേജിലെത്തും. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഉമ്മാക്ക് കൂടുതൽ വീഡിയോയിൽ വരാൻ താല്പര്യമില്ല കേട്ടോ, ഉമ്മാക്ക് മടിയാണ്. പിന്നെ അങ്ങനെ എല്ലാവരും നമ്മൾ ഉമ്മമാർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ആയി തീരണം എന്നുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥന വേണം. ഞാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനിൽ എത്തുമ്പോൾ കുടുങ്ങി എന്ന് വിചാരിക്കുമ്പോഴത്തിന് എനിക്ക് റബ്ബ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. അതിൻ്റെ ഉമ്മയുടെ ദോയണ്ട കേട്ടോ. അവർ 5 നേരം നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു ദോയ അള്ള കേൾക്കും. ആ ഒരു പ്രാർത്ഥന കൊണ്ടാണ് നമ്മളെ ജീവിതം മുന്നോട്ട് പോണത്. അവരില്ല എങ്കിൽ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല കേട്ടോ. എൻ്റെ അമ്മല്ലാത്തൊരു ജീവിതം. റബ്ബ് ആരനെ വിളിക്കാന്നറിയില്ല, ആരനെയാണ്. എല്ലാവർക്കും മരണമുള്ളതാണ്. പക്ഷേ നമുക്ക് അവരില്ലാത്തൊരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ കുറേ നേരം എൻ്റെ അമ്മക്ക് എന്താ പറയുക, ഗ്ലാസ്. ഞാനും എൻ്റെ മക്കളും എല്ലായിടത്തേക്ക് പോകുമ്പോഴും എൻ്റെ അമ്മനായിട്ടാട്ടോ പോവുക. എങ്ങോട്ട് പോകുമ്പോഴും ഞങ്ങൾ ഊട്ടി, വയനാട്, കൊടൈക്കനാൽ ഒക്കെ എല്ലാം പോകുമ്പോഴും ഒരു വർഷം മുന്നേ കേട്ടോ ഞങ്ങളങ്ങനെ പോവുക. പക്ഷെ ഇപ്പം ഉമ്മാക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഛർദ്ദിക്കുള്ളൂ. നമുക്ക് റിയാക്റ്റിൻ പേഷ്യൻ്റാണ്. അപ്പോൾ അത് കാരണം വണ്ടി കയറിയിട്ട് ഇവിടുന്ന് ടൗണിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മൾ ക്ഷീണിക്കും. അത് കാരണം ഞാനും അങ്ങോട്ടും പോകാറില്ല, അവർ മക്കൾ പോകുകയെന്നല്ലാതെ. നമ്മളെ ഉമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മമാരോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുക പെൺകുട്ടികൾക്കാണ്. ആൺകുട്ടികൾക്ക് ഇല്ല എന്നല്ല കേട്ടോ പറയണത്, ആൺകുട്ടികളെ കുറ്റാക്കി പറയല്ല. പക്ഷെ ഉമ്മമാരെ എല്ലാം തുറന്ന് പറയുക പെൺകുട്ടികളോടാണ്. അത് പിന്നെ പെൺകുട്ടികളാണെങ്കിലും ശരി, എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഉമ്മയുടെ അടുത്തേക്കൊന്ന് ഓടി വന്നാൽ നമ്മളെല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും നമ്മളെ ഒരു മഴ പെയ്ത് തോർന്ന പോലെ ആവും. അപ്പോൾ എല്ലാവരും അവരെ കൂടെ കുറച്ച് സമയം നമുക്കൊരു ദിവസത്തിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവരത് നമുക്ക് എന്നും അല്ലെങ്കിലും ഉണ്ടാവും. നമുക്ക് വേണ്ടിയിട്ട് അവരെന്നും പ്രാർത്ഥിക്കും. നമ്മളെ ഉമ്മയും വാപ്പയും പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു ജീവിതത്തിൻ്റെ നമ്മളൊരു ഭാഗം പോയി എന്നാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അവരവരുടെ അമ്മമാരെയും അപ്പന്മാരെയും സംരക്ഷിക്കാൻ നോക്കുക. എൻ്റെ അമ്മ ഒരു മഹാപാവാണ്. എല്ലാവരും അമ്മമാരും പാവം തന്നെയാണ്, പക്ഷെ എൻ്റെ അമ്മ പ്രത്യേകിച്ചിട്ടൊരു പാവാണ്. ആരോടും കൂടുതൽ അങ്ങനെ സംസാരിക്കില്ല. ഒരു പാവം എടുത്തിട്ടാണ് ഒരു ഉമ്മയാണ്. എൻ്റെ ഉമ്മക്ക് ആരോഗ്യ ആയുസ്സും അള്ള കൊടുക്കട്ടെ. ഉമ്മ പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സന്തോഷവും സമാധാനമൊക്കെ പോയി. നമ്മളെ വീട്ടിലേക്ക് ഉമ്മ ഇല്ലാത്തൊരു വീട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? നമ്മൾ കയറി വരുമ്പോൾ ഉമ്മ വിളിച്ചിട്ട് വരുമ്പോൾ ഉമ്മ വിളി കേൾക്കാനില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേക്ക്.